ബ്രൂവറി വിവാദത്തിൽ പുതിയ ആരോപണങ്ങളുമായി പ്രതിപക്ഷ നേതാവ്. ബ്രൂവറി നടത്താൻ അനുമതി നൽകിയ ഒയാസിസ് കമ്പനി ഉടമകൾ ഡൽഹി മദ്യ അഴിമതിയിൽ ഉൾപ്പെട്ടവരാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു. കമ്പനിയിലെ പ്രധാനിയായ ഗൗതം മൽഹോത്ര പണം തട്ടിപ്പ് കേസിലെ പ്രതിയാണ്. പഞ്ചാബിൽ ഇവരുടെ മദ്യ കമ്പനി മലിനീകരണമുണ്ടാക്കി. ഇടപാടിലൂടെ സർക്കാരിന് എത്ര കിട്ടിയെന്ന് മാത്രം ഇനി പറഞ്ഞാൽ മതിയെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഗോപാൽ ശീലാസനൽ ചേരുന്നുണ്ട്. ഗോപാൽ, ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ്. ബാക്കി സഭയിൽ പറയാമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. എന്താണ് സംഭവിക്കുന്നത്? തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബ്രൂവറിയുടെ അനുമതി നൽകിയതിന് തൊട്ട് പിന്നാലെ തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. രമേശ് ചെന്നിത്തലയും അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ഇന്നലെ തന്നെ ഇതിൽ അഴിമതി ഉണ്ട് എന്ന് ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു. ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ഗുരുതരമായ രണ്ട് ആരോപണങ്ങളാണ് ഈ മദ്യനിർമ്മാണ യൂണിറ്റ് തുടങ്ങാനായി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒയാസിസ് കമ്പനിക്കെതിരെ ഉയർത്തിയിരിക്കുന്നത്. മന്ത്രി എം പി രാജേഷ് അറിയിച്ചത് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മദ്യനിർമ്മാണ കമ്പനിയാണ് ഈ ഒയാസിസ് ഗ്രൂപ്പ് എന്നും എല്ലാ തരത്തിലുള്ള മാനദണ്ഡങ്ങളും ടെൻഡർ നടപടികളും പാലിച്ചാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് എന്നുമായിരുന്നു. എന്നാൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഡൽഹി മദ്യ നയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയാണ് ഈ ഒയാസിസ് കമ്പനിയിലെ പലരും. അതിലെ പ്രധാനിയായിട്ടുള്ള ഗൗതം മൽഹോത്ര ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളാണ്. അത്തരത്തിൽ വലിയ അഴിമതിയുടെ ബാക്ക്ഗ്രൗണ്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു കമ്പനിക്കാണ് ഇത്തരത്തിൽ ഈ കരാർ കൊടുത്തിരിക്കുന്നത്. അത് എത്തരത്തിൽ സാധ്യമാകും? ഒരാളെ മാത്രം ഇങ്ങനെ ടെൻഡറിൽ ഉൾപ്പെടുത്തി ഇത്തരത്തിൽ ഇത് നൽകുന്നത് എങ്ങനെയാണ് എന്ന തരത്തിലേക്കുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചാബിൽ ഇവരുടെ ഈ കമ്പനി നടത്തിയ മദ്യനിർമ്മാണ യൂണിറ്റുമായി ബന്ധപ്പെട്ട് വലിയ മലിനീകരണമാണ് ഉണ്ടായതെന്നും 4 കിലോമീറ്ററോളം ചുറ്റളവിലുള്ള പ്രദേശത്ത് ജലമലിനീകരണം രൂക്ഷമായി എന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. കുഴൽക്കിണറുകൾ വഴിയാണ് ഈ കമ്പനി ഈ മാലിന്യം ഒഴുക്കി വ്യാവസായിക മാലിന്യം ഒഴുക്കി വിട്ടത്. അതുമൂലം ഈ 4 കിലോമീറ്റർ പ്രദേശത്തെ ഉപരിതല ജലവും ഭൂഗർഭ ജലവും പൂർണ്ണമായും മലിനപ്പെട്ടു. അത്തരത്തിൽ പാലക്കാട് പോലെ ഗുരുതരമായ കുടിവെള്ള പ്രശ്നമുള്ള ഒരു മേഖലയിൽ ഇത്തരത്തിൽ കഞ്ചിക്കോട് പോലെ ഒരു മേഖലയിൽ ഇത്തരത്തിലൊരു അനുമതി നൽകുമ്പോൾ അത് എല്ലാത്തരം സാധ്യതകളും പരിശോധിച്ചുകൊണ്ട് വേണമായിരുന്നു. ഇത്തരം ഒരു പശ്ചാത്തലമുള്ള കമ്പനിക്ക് കഞ്ചിക്കോട് പോലെയുള്ള ഒരു മേഖലയിൽ അനുമതി നൽകിക്കഴിഞ്ഞാൽ അത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അടക്കം ഉണ്ടാക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്ത് കിട്ടി, അതായത് ഈ കരാറിന്റെ പിന്നിൽ എന്ത് കിട്ടി സർക്കാരിന് മാത്രം, എത്ര കിട്ടി, എന്തൊക്കെ ആർക്കൊക്കെ കിട്ടി എന്നതാണ് ഇനി അറിയേണ്ടത്. അല്ലാതെ ആ കാര്യത്തിൽ മറ്റ് സംശയങ്ങളൊന്നുമില്ല. അതിൽ നിന്ന് അദ്ദേഹം ഈ അഴിമതി ആരോപണം കടുപ്പിക്കുക തന്നെയാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു പ്രഖ്യാപനം കൂടി നടത്തുകയുണ്ടായി. ഒരു കാരണവശാലും ഈ ബ്രൂവറി യൂണിറ്റ് കഞ്ചിക്കോട് തുടങ്ങാൻ അനുവദിക്കുകയില്ല എന്നും ആ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അത്തരത്തിൽ പിന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറല്ലെങ്കിൽ പരസ്യമായ സമരത്തിലേക്ക് കടക്കുമെന്നും പൊതുജനങ്ങളെ കൂട്ടിയുള്ള സമരമായിരിക്കും നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നും ഈ വിഷയത്തിൽ ആരോപണങ്ങൾ പ്രതിഷേധങ്ങൾ ഒരു സ്വാഭാവികമാണ് എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി അതിനെ തള്ളുകയായിരുന്നു. മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ അനുമതിയുള്ള കമ്പനിക്കാണ് ടെൻഡർ കൊടുത്തതും എന്നുള്ള വിശദീകരണം പുറത്തു നടത്തിയതാണ്. ഇനി സഭയ്ക്കകത്ത് കൂടുതലായിട്ടൊരു വിശദീകരണത്തിന് നിൽക്കാൻ സാധ്യതയുണ്ടോ? അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ വിശദീകരണം ഇതിൽ വന്നതാണ്. കാരണം ഈ അഴിമതി ആരോപണം മന്ത്രിസഭാ തീരുമാനം വരുന്നു, അതിന് തൊട്ട് പിന്നാലെ തന്നെ പ്രതിപക്ഷത്തിന്റെ രൂക്ഷമായ ആരോപണം ഇതിൽ അഴിമതി ഉണ്ട് എന്ന തരത്തിലേക്കുള്ള ആരോപണം ഉണ്ടാകുന്നുണ്ട്. ആദ്യം രമേശ് ചെന്നിത്തലയും പിന്നീട് പ്രതിപക്ഷ നേതാവും ആരോപണം ഉയർത്തി. അതിന് ശേഷമാണ് ഇപ്പോൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് താൻ സംസാരിക്കുന്നത് എന്ന ഒരു വാദവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം രേഖകൾ ഉൾപ്പെടെ കൈകളിൽ പിടിച്ചുകൊണ്ടായിരുന്നു ഇന്ന് സംസാരിച്ചത്. അതിൽ കൃത്യമായ റിപ്പോർട്ട് തന്റെ കൈവശമുണ്ട് എന്നും വരും ദിവസങ്ങളിൽ സഭയിൽ ബാക്കി കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രതിഷേധങ്ങളെയും അല്ലെങ്കിൽ ഈ ആരോപണങ്ങളെയും സ്വാഭാവിക ആരോപണം എന്ന തരത്തിലേക്കാണ് മന്ത്രി എം പി രാജേഷ് എടുത്തിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്കത് വ്യക്തമായിരുന്നു. ഇത്തരത്തിലുള്ള അനുമതി സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ടും ആ നയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനുമതിയാണ്. അതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമുള്ള അനുമതിയോടുകൂടിയുള്ള ടെൻഡറാണ് നൽകിയിരിക്കുന്നത്. എല്ലാത്തരം നടപടികളും എല്ലാത്തരം നിയമപരമായിട്ടുള്ള സാധ്യതകളും പരിഗണിച്ചുകൊണ്ടും പരിശോധിച്ചുകൊണ്ടുമാണ് ഈ തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മറ്റ് സാധ്യതകൾക്കോ മറ്റ് പ്രശ്നങ്ങൾക്കോ ഉള്ള ഇടമില്ല എന്നും മന്ത്രി എം പി രാജേഷ് അറിയിക്കുകയുണ്ടായി. ഇനി അദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ പുതിയ ആരോപണത്തിന്മേൽ, അതായത് ഈ സ്പെസിഫൈ ചെയ്തിട്ടുള്ള വ്യക്തമാക്കിയിട്ടുള്ള ആരോപണത്തിന്മേൽ കമ്പനിയുടെ മലിനീകരണ ആരോപണവും അതിനോടൊപ്പം തന്നെ ഈ ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട പ്രതികൾ ഉൾപ്പെടെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന ആരോപണത്തിലും ഇനി ഈ മന്ത്രി എം പി രാജേഷ് എന്തു പറയും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നിയമസഭയ്ക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഉണ്ടാകുമോ അല്ലെങ്കിൽ അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട കാര്യം അദ്ദേഹം വിശദീകരിക്കുമോ എന്നതും നമുക്ക് കണ്ടറിയണം. ധന്യ.
ശരി ഗോപാൽ, എന്തായാലും ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് കമ്പനിക്ക് ബ്രൂവറി തുടങ്ങാനുള്ള അനുമതി നൽകിയത് എന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. എങ്ങനെയാണ് ഈ കമ്പനിയെ സെലക്ട് ചെയ്യപ്പെട്ടത് എന്ന് വ്യക്തമല്ല. ആ കമ്പനിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന 2 വിവരങ്ങൾ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ കമ്പനി ആണ്, ഇവരുടെ ഉടമകളാണ് ഡൽഹി മദ്യവിവാദത്തിൽ ഉൾപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ് ഇതിൻ്റെ ഉടമകൾ. ഡൽഹിയിലെ കുപ്രസിദ്ധമായ മദ്യവിവാദ ലിക്കർ സ്കാമുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളാണ് ഇദ്ദേഹം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ആൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു, ഗൗതം മൽഹോത്ര. He was arrested in the money laundering investigation linked to alleged irregularities in Delhi excise policy. Mr. Malhotra linked to the Oasis group. അതാണ് ഈ കമ്പനിയെക്കുറിച്ച് എക്സൈസ് മന്ത്രി പുകഴ്ത്തി പറഞ്ഞ ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നു. പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനിയെ ജനങ്ങൾ സമരം ചെയ്ത് പൂട്ടിച്ചാണ്. കാരണം എന്താ? ഭൂഗർഭ ജലം നഷ്ടമാവും. പാലക്കാട് വെള്ളമില്ലാത്ത സ്ഥലമാണ്, അപകടം പിടിച്ച സ്ഥലമാണ്. ഈ സ്ഥാപനത്തിന് ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം വേണം. ദശലക്ഷക്കണക്കിന് ലിറ്റർ ഭൂഗർഭ ജലം ഈ കമ്പനിക്ക് വേണം. അപ്പോൾ അവിടുത്തെ യാതൊരു ഓഡിറ്റോ ഒരു അസസ്മെൻറ്റോ ഒന്നും നടത്താതെയാണ് ഇത് ചെയ്തിരിക്കുന്നത്.